ഹലോ, രച്ചു ആണേ. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ പോകുന്നത് തിരുനെല്ലിയിലേക്കാണേ. ചാച്ചൻ മരിച്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് ബലിയിടുന്ന എല്ലാ വർഷവും മുടക്കാറില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പുലർച്ചെ പോയി. കണ്ണൂരിൽ നിന്ന് തലേന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ പല ജീവികളെ കാണാൻ പറ്റുമായിരുന്നു. മാനും നിറച്ച് പുള്ളിയുള്ള മാനായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് നല്ല കൊമ്പൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സ്ഥലത്തെത്തിയപ്പം നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റി, ചെറിയ മക്കളെയൊക്കെ എടുത്തിട്ട്. പിന്നെ ഇത് കണ്ടോ, നിറച്ച് പൈൻ മരങ്ങളെ പോലത്തെ നിറച്ചും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് രാവിലെ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഒരു 7 o'clock ആകുമ്പോഴത്തേനും നമ്മൾ അമ്പലത്തിലെത്തി. പക്ഷെ പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തരം പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പക്ഷി പതുക്കെ പോകുന്നുണ്ടായിട്ടുള്ളൂ. എല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു. നമുക്ക് ആനേനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ ആനേനെ കണ്ടിട്ടില്ല. പക്ഷെ മാന് തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിന്. ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ സ്ഥലമല്ലേ, അവർക്ക് എന്ത് പേടിക്കാനല്ലേ. അവിടെ ഒന്നും റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാനോ അങ്ങനെ നിർത്താനോ പറ്റില്ല. അതിന് അവർ 2000 രൂപ ഫൈന്. പക്ഷേ മയിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല കളറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടോ. അമ്പലത്തിലെത്തി ബലിയൊക്കെ ഇട്ട്. പക്ഷേ അമ്പലത്തിൽ പണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നിറച്ച് കല്ലിൻ്റെ അതിലൂടെ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേയൊക്കെ അവരെല്ലാം കല്ലൊക്കെ പാകി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. സമാധാനത്തോടെ എല്ലാം നല്ല രീതിയിൽ ചെയ്തു. പിന്നെന്താ പറയുക, നല്ലോണം മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് അവിടെ പിന്നെ അമ്പലത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. പാപനാശിനിയിലൊക്കെ നല്ലോണം വെള്ളമുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അവരൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു ബലിയിടുന്ന സമയത്ത്. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. അതൊരു പായൽ താമരക്കുളമാണേ. അപ്പോൾ അത് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. നിറച്ചും ഇതായിട്ട് പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെയാണ് നല്ല രസത്തിൽ എന്താ പറയുക, നല്ല ഇതായിരുന്നു രാവിലെ തന്നെ. ഇതുപോലെ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കല്ലൊക്കെ പാകിയിട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്കവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേഗം തിരിച്ചു നാട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മൾ കണ്ണൂരെത്തി. അത്രേ ഉള്ളൂ.